ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തോന്നുന്നു. നല്ല മഴയാണ്. പിന്നെ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറേ എണ്ണത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഉറങ്ങാനും നല്ലപോലെ സമയം കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാനും നല്ലപോലെ സമയം കിട്ടില്ല. ഞാൻ എന്നെ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഏതോ സബ്സ്ക്രൈബറൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകട്ടോ, മനഃപൂർവ്വം ഒന്നും വിചാരിച്ചേക്കല്ലേ. നമുക്ക് ആപ്പാടെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ടി വി കൊണ്ടുവന്നാണേ. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടി വിയുടെ മൊത്തത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, ഈ സാംസങ്ങിൻ്റെ ടി വി ആണിത്. ഇതിൻ്റെ മോഡൽ നമ്പർ നമുക്കൊന്ന് നോക്കാം. ഇത് UA24H4003AR എന്ന് പറഞ്ഞ ടി വി ആണ്. മാറ്റാൻ പറ്റില്ല, അത്ര പറ്റുള്ളൂ. അത് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരാൾ കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് ഡിസ്പ്ലേ മാറിയാൽ ഡിസ്പ്ലേയുടെ പ്രശ്നം തീരും. ഇതുണ്ട്, ഡിസ്പ്ലേ മൊത്തം വരെയുണ്ട്. ഇതുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുണ്ട്, ഇതൊരു പൊട്ട, ഇത് അടുത്ത പൊട്ട. ഇതുപോലെ പല കംപ്ലൈന്റും ഉള്ളത് പലരുടെ വീട്ടിൽ കാണും. ഇത് കണ്ടോ, ഇതും പൊട്ട, ഇതും പൊട്ട, ഇതും പൊട്ടിയിരിക്കുന്ന, ഇതും കണ്ടോ, ഇതും പൊട്ടിയിരിക്കുന്ന. ഇത് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയും. തട്ട് കിട്ടിയിട്ട് അന്നേരം കുഴപ്പമൊന്നും കാണുകയില്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് പോലെ ആഴ്ച കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന. അത് പാനൽ മാറിയാൽ ഈ ബ്ലാക്ക് സ്പോട്ട് ഇതെല്ലാം മാറും. പക്ഷേ ഇതിന് വേറൊരു കുഴപ്പം കൊണ്ട് നിങ്ങൾ നോക്കി, ഇവിടെ വെട്ടം കൂടുതൽ, ഇവിടെ വെട്ടം കുറവാണ്. ഇപ്പം ഇത് പകുതി ബാക്ക് ലൈറ്റേ കത്തുന്നുള്ളൂ, ഇവിടുത്തെ ബാക്ക് ലൈറ്റ് കത്തുന്നില്ല. ഇവിടെ നിന്നുള്ള ചെറിയ നേരിയ വെട്ടം കിട്ടിയിട്ട് ഇവിടെ തെളിയുന്നുള്ളൂ ഉള്ളൂ. അപ്പോൾ ഈ സെറ്റ് ശരിയാക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് ലൈറ്റും മാറണം, ഇതിൻ്റെ ഡിസ്പ്ലേയും മാറണം. ഡിസ്പ്ലേക്ക് എന്നാണെങ്കിലും ഒരു 4000 രൂപ അടുത്ത് ചിലവ് വരും. അത്രയും രൂപ മുടക്കി ഇത് മാറി നന്നാക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് കസ്റ്റമർ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. തക്കാലി ടി വി നമ്മൾ മാറ്റി വെക്കുകയാണ്. വീട്ടിലൊക്കെ പലരുടെയും വീട്ടിൽ ഇതുപോലത്തെ ടി വികൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഈ ബ്ലാക്ക് സ്പോട്ട് ഒന്നും ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല. അത് പാനലിലെ ഡിസ്പ്ലേ മാറിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ വരകളും മാറ്റാൻ പറ്റില്ല. താൽക്കാലികമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇത് ചെറിയ ജലദോഷമുണ്ട്, അതിൻ്റെതായ സൗണ്ട് ഇടറുന്നുണ്ട്, കാരണം മഴയല്ലേ. അപ്പം താൽക്കാലികമായ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതല്ലാതെ ഡിസ്പ്ലേ മാറിയാലേ ആത്യന്തികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത് ഈ ഡിസ്പ്ലേ മാറുന്നതിന് എത്ര രൂപ ആവും, അല്ലെ പുതിയ ടി വി മേടിക്കുമ്പോൾ എത്ര രൂപ ആവും എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്വന്തം തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ സോണി, സാംസങ്, LG പോലെയുള്ള ബ്രാൻഡുകളുടെ പാനൽ മാറുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറഞ്ഞ ഈ ടി വികൾ, അതായത് വില കുറഞ്ഞ സാധാരണ ടി വികളുടെ പാനൽ പോയാൽ മാറുന്നതിനോട് വലിയ കാര്യമൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, ഇത് സോണിയുടെ ഒരു 32 ഇഞ്ച് ടി വിയാണ്. ഈ ടി വിക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. സോണി ആദ്യമായിട്ട് ഇതുപോലെ അഡാപ്റ്റർ വെച്ച്, അതായത് 19.5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വെച്ച് ആദ്യമായിട്ട് ഒരു ടി വി ഇറക്കിയ ടി വിയാണിത്. അത് KLV EX330 എന്നാണ് ഇതിൻ്റെ നമ്പർ. ഇത് കണ്ടോ, അതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഫോട്ടോ ഇടാം. ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. കളറും പോയി, പിക്ചറും പോയി, മൊത്തത്തിലൊരു ഡബിളായിട്ട് ഫോട്ടോ നിൽക്കുന്നു. വീഡിയോ ആണെങ്കിൽ കിടന്ന് തുള്ളും. ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് നമുക്കൊന്ന് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ച് നോക്കാം. മുകളിൽ കൂടെ വരയുണ്ട്, വരയുണ്ട്, ഇഷ്ടംപോലെ വരയുണ്ട്, സൈഡിൽ കൂടെ വരയുണ്ട്. ആകെ മൊത്തത്തിൽ കുഴപ്പമാണ്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇതുണ്ടോ, ഡബിളായിട്ടൊക്കെ കാണുന്നുണ്ടോ? ഇതുണ്ടോ, ഡബിളായിട്ട് കാണുന്നു. മൊത്തം ഡബിളിംഗ് ആണ്. കളർ ചേഞ്ച് ഉണ്ട്, ലൈനുണ്ട്. ഹലോ, ജലദോഷമായെന്ന് തോന്നുന്നു, ചുമ പിടിച്ചു. ഇതാണ് ബോർഡ്.
മദർ ബോർഡ് LCD TV അല്ലേ? LED. LED. LED TV ആദ്യമായിട്ട് 19 വോൾട്ട് അഡാപ്റ്ററിൽ ഇറക്കിയ ടി വി ആയത്. LED. ES330 കുറഞ്ഞ ടി വി ഒന്നുമല്ല. ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു അന്ന് വളരെ അത്ഭുതത്തോടെ ഇത്ര പവർ സപ്ലൈയൊക്കെ ചെറിയൊരു അഡാപ്റ്ററിൽ എങ്ങനെ ടി വി വർക്കാക്കും എന്നൊക്കെ ആലോചിച്ച് ഞാൻ സഹിതം എല്ലാവരും തുറന്നു നോക്കിയ ഒരു ടി വിയാണത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആകോ അല്ലേ? ആ എന്നാ കുഞ്ഞ് ബോർഡാന്ന് കണ്ടോ? കുഞ്ഞു ഒരു ബോർഡും 2 സ്പീക്കറും. ആ ലെൻസ് ഞാൻ വരുന്നേക്ക് പണി കഴിഞ്ഞാണ്. റിമോട്ട് ചെയ്യാൻ തോന്നുന്നു. വീഡിയോ എടുക്കണം കേട്ടോ. വുഡിൻ്റെ വെച്ച് നോക്കാം. അപ്പം പിന്നെ അധികം കണ്ടാനം അങ്ങോട്ട് പോകാം അല്ലേ? വുഡിൻ്റെ ആണല്ലേ? ഒരു മുനയുണ്ട് അപ്പോൾ ഇതിന് വുഡിന്. അത് മതി. ഇതിൻ്റെ എന്തോ സാധനം എടുത്തോണ്ട് പോയല്ലോ, ഇവിടെ ഇല്ലല്ലോ. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്തോ സാധനം പോയല്ലോ. ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ എന്നാ ചെയ്യാൻ പോവാന്ന്? ഒരു സ്പീക്കറാണ് സോണിയുടെ. അപ്പം നമ്മുടെ എല്ലാ വീടുകളിലും ഇത് കൂട്ട് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂട്ട് ഹോളുകൾ ഉണ്ടെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പോ പഞ്ഞിയോ വെച്ച് അടച്ചു വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് നിലന്തൊടാൻ മണ്ണ് വന്ന് കൂട് കൂട്ടിയിട്ട് ഈ സ്ക്രൂ മുഴുവൻ ദ്രവിക്കും. ഇനി അഥവാ ദ്രവിച്ചാൽ നമ്മളത് പതുക്കെ തട്ടിക്കളഞ്ഞ് WD-40 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അടിച്ചു വെക്കുക. WD-40 എന്ന് പറയാൻ എല്ലാവരും ഉപയോഗിക്കുന്ന അറിയാം. ഇതാണ് WD-40. ഇത് അടിച്ചു വെച്ചിട്ട് അത് നല്ലപോലെ ഒരു തുണിയോ വല്ലതും ഇട്ട് ആ തുരുമ്പെടുത്ത ഭാഗം മുഴുവൻ തുടച്ചെടുത്തതിനെ സ്ക്രൂ ഡ്രൈവർ ഇടാവുള്ളൂ.
അതിന് മുമ്പ് സ്കൂട്ടർ ഇട്ടാൽ ആ പിരിയെല്ലാം പോകും. അങ്ങനെ പിരി പോയാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു അവസാനത്തെ അറ്റ വഴിയാണ് ആ സ്ക്രൂ നമ്മൾ ഡ്രില്ല് ചെയ്ത് കളയുക. ഇത് BT-AG401 എന്ന് പറഞ്ഞ് സോണിയുടെ ട്യൂണറാണ്. 8598 322 60. ട്യൂണർ അറിയത്തില്ല, നമ്മൾ RF കുത്തിയിട്ട് ട്യൂൺ ചെയ്യുന്ന ട്യൂണർ ബോക്സാണിത്. ഇതിനകത്ത് ട്യൂണറുകൾ ഇരിക്കുന്നത് അടിപൊളിയല്ലേ? കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പം ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ 250-500 രൂപ വിലയുള്ള സാധനങ്ങൾ, അതുകൊണ്ട് എത്ര എണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടോ. കാശ് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് സർവീസിൽ. എൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഇത് AG401 ട്യൂണർ. നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ പണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ബിറ്റിട്ടാണ് ചെയ്തത്. ആ ബിറ്റ് അത്ര പോരെന്നു തോന്നുന്നു. ഞാൻ മെറ്റൽ ബിറ്റ് അടിക്കാം. അത് ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഈ IC കംപ്ലൈൻ്റ് ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടയ്ക്കാം. സെറ്റ് റെഡി ആയിട്ട് കാണാം. എല്ലാം സ്പീഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് നീളം കൂടി പോകുന്നെന്ന് പരാതിയുണ്ട്. അതുകൊണ്ട് എല്ലാം സ്പീഡ് ചെയ്യുവാണ്. അന്നേരം നീളം കുറഞ്ഞു പോയെന്ന് പറയരുത്. ഇല്ല, പാനൽ റെഡി ആയിട്ടുണ്ട്. പാനൽ നമ്മൾ സർവീസ് ചെയ്തെടുക്കുക, ചെയ്ത് മാറുമല്ല ചെയ്ത്. ഈ കംപ്ലൈൻ്റ് ഉള്ള സെറ്റുകളൊക്കെ നശിപ്പിക്കാതെ കൊണ്ടുവന്നാൽ ഞാൻ IC മാറ്റി റെഡിയാക്കി തരാം. പിന്നെ വരഞ്ഞും മുറിച്ചുമൊക്കെ കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടാണ്. സെറ്റ് റെഡിയാക്കി തരാം. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നോർമലായിട്ട് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു റെമഡി ഉണ്ട് എല്ലാത്തിനും. ആ റെമഡി അറിയാൻ മേലാതെ അതും ഇതുമൊക്കെ സംശയങ്ങളുടെ പുറത്ത് ഓരോന്നൊക്കെ കുത്തിപ്പറിക്കുമ്പോഴാണ് സെറ്റ് ഒരിക്കലും ശരിയാകുന്നത്.
കുത്തിപ്പറിച്ച് ഇപ്പോൾ ഉണ്ടായ കംപ്ലൈൻറ്റിൻ്റെ കൂടെ വേറെ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ നമുക്കത് റെഡിയാക്കാൻ പറ്റാതെ വരും. ഇത് തന്നെയാണ് ഈ സെറ്റ് തൊടാതെയാണ് ഇതിൻ്റെ കസ്റ്റമർ കൊടുത്തു വിട്ടത്. വളരെ ദൂരം ഒരു 50 കിലോമീറ്ററിന് ഉള്ളിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് കൊടുത്തു വിട്ട ആളാണ്. അതിൻ്റെ ഗുണമാക്കി കിട്ടിയിട്ടുണ്ട്. സെറ്റ് റെഡി ആയിട്ടുണ്ട്, പക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു കുഴപ്പവും വരികയില്ല. നല്ല സൂപ്പറായിട്ട് ഓടിക്കോളും. ഞാൻ ഒരു പെൻഡ്രൈവ് ഇങ്ങെടുത്ത് തരാം, വീഡിയോയും കൂടി ഇടാം. ഈ സെറ്റ് ആരെയും കാണിക്കാതെ കൊണ്ടുവന്ന സെറ്റാണ്. ആരെയും കാണിക്കാതെ കൊണ്ടുവന്നുകൊണ്ട് ഈ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇനി ഇതിന് കംപ്ലയിൻറ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ഒന്നിട്ട് നോക്കാം. USB അതിനകത്ത് ഒന്നും കാണുകയില്ലായിരിക്കും. അതാ നമ്മുടെ USB കംപ്ലയിൻ്റാണ്. USB ഡ്രൈവ് കനോട്ട് ബി റീഡ്. അത് കൊള്ളി തരാത്ത ഡ്രൈവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം. ഫോട്ടോസ്, ഓപ്ഷൻസ്, ഷാഡോ. വിശദമുണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് TV നമ്പർ 2, അടുത്ത TV ആണ്. സോണിയുടെ തന്നെയാണ്. മറ്റേ TVയേക്കാൾ ഇച്ചിരിയുടെ പ്രായം കുറഞ്ഞ TV ആണ്. എന്നാലും ഇതിൻ്റെ പാനലിന് വരയായിട്ടുണ്ട്. ഈ പാനലിൻ്റെ വര വന്നിരിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ? കാരണം ഈ TVയുടെ സർവീസ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ പാനൽ നമുക്ക് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രമിക്കാൻ പോവാണ്. ഇത് നമ്പർ 202F എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. TV നമ്മൾ ചെക്കിങ്ങിന് ഇട്ടിരിക്കുകയാണ്. എവിടം വരെ പോകുമെന്നറിയാം. പടം പോവുക, വരകൾ എന്തേരം കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് വേണം സർവീസിലേക്ക് കടക്കാൻ. എന്തുമാത്രം മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും ഒക്കെ നോക്കി നമ്മളൊരു ശരിക്കും ഒരു എക്സ്പീരിയൻസാണിത്. നമ്മുടെ ഇത് നമ്മളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അതിനിടയിലാണ് സ്പീക്കർ, മുമ്പ് നമ്മളൊരു തുളയിട്ടായിരുന്നല്ലോ, സ്പീക്കറിൻ്റെ ഹെഡ് കട്ട് ചെയ്തായിരുന്നല്ലോ. ആ സ്പീക്കർ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കാൻ പോവാം. അത് കഴിഞ്ഞ് TV ചെയ്യാം. ഒന്ന് കണ്ടോ, ഇത് പശ ഒട്ടിച്ച് വെച്ചിരിക്കുക. സ്ക്രൂവിനകത്ത് പശ ഇട്ടിരിക്കുക. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പശ ഇട്ടൊട്ടിച്ച് സ്പീക്കർ പോയതാണ്. സ്പീക്കർ പോയതാണ്. ഇത് കണ്ട് ഇവിടെ പശയിട്ട് ഈ സ്ക്രൂ പോലും എടുക്കാൻ മേലാത്ത പോലെ എന്നെ കാണിച്ചതാണ്. എനിക്കറിയത്തില്ല. ഓരോ മനുഷ്യരുടെ ഓരോ പരിപാടികൾ. ഇതുപോലെ ഇത്രയും വർഷത്തിനിടയിൽ ഒരു D40യുടെ സ്പീക്കർ ഇതുപോലെ തല്ലിപ്പൊടിച്ച് ആദ്യം എടുക്കുക. എത്ര എണ്ണം ഞാൻ അഴിച്ച് മാറിയിട്ടുള്ള. ഇതുപോലത്തെ അവസ്ഥയിൽ ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടുക. എത്ര വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന സെറ്റാണ്. ഇതിനകത്ത് പശയും കോഴി ഒഴിച്ച് ഏതാണ്ട് എല്ലാം കോഴി ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒഴിച്ച് വെച്ചിരിക്കുക. ആ WD-40 ഇച്ചിരി ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കാനുള്ള സെറ്റേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്പീക്കർ
പോയി പുതിയ സ്പീക്കർ ചെയ്യാൻ പോകുന്നു. ഡ്രില്ല് മാറ്റിക്കും. ഉരുവിട്ടെ. സ്പീക്കർ പിന്നെ കുരുത്തം കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് റെഡിയായി. ഈ സ്പീക്കർ അങ്ങനെ അവൈലബിൾ അല്ല, ഇത് ഇച്ചിരി വ്യത്യാസമുള്ള സാധനമാണ്. എപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ല. നമ്മുടെ കുറച്ചെണ്ണം നേരത്തെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഇനിയാണെങ്കിൽ ബാക്കിയിരിക്കുന്ന സ്പീക്കറുകളൊക്കെ നിങ്ങളെല്ലാവരും നോക്കുക. എല്ലാവരും ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ വെച്ച് ഇവിടെ ഒട്ടിച്ചൊട്ടിച്ച് വിടുക. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുക കേട്ടോ. ഇതിപ്പോഴൊന്നുമല്ല, നാളെ ഇത് നമുക്കൊന്ന് സർവീസ് ചെയ്യാൻ നേരത്താണ് ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. തുറക്കാൻ പറ്റാതെ ഈ സാധനം ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ സോണി ആയതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചെയ്തതല്ലേ, എത്ര ദിവസത്തെ പണിയാണ്. ഇതെല്ലാം ആരെങ്കിലും ചെയ്യുമോ? ആരും ചെയ്യല, പറ്റിയല്ലെന്ന് തിരിച്ചു കൊടുക്കുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കവറന്തി കവർ മൊത്തം തുരുമ്പായി അല്ലേ, കംപ്ലീറ്റ് തുരുമ്പായി. ഓക്കെ, മതി. സ്പീക്കർ നമ്മൾ മാറിയിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഇത് ഓപ്പണറിങ്ങാണ്. ഫുൾ ലോക്ക് സിസ്റ്റമാണ്. ഷോർട്ടിംഗ് ആണ്. പുതിയ പാനലും മാറ്റേണ്ടി വരും. ഇന്ന് തുറക്കുന്നൊന്നും എടുക്കില്ല.
പ്രശ്നം എന്താ നോക്കട്ടെ. ട്യൂസർ വരാം. എന്നാ കാണുന്നത്? എന്നാ കാണുന്നത്? സിഗ്നൽ ഒരു പടം ഇട്ട റിമോട്ട് എടുത്ത് പടം ഇട്ട. ആ ഇതവിടുന്ന് മാറ്റിക്കുക. ഞാൻ അതല്ലേ കാണുന്നത്. ഞാനിവിടെ ഓരോ കാര്യം കാണിക്കുമ്പോൾ അവിടെ എന്തായാലും മാറ്റം വരുന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചിരുന്ന ഈ കഷ്ടപ്പാട് വല്ലതും ഉണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം ഒട്ടിച്ചിരുന്ന ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടിയോ ഈ കഷ്ടപ്പാട് ഒന്നും വേണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഈ ടി വി ഇത് ശരിയാ പാനല് ഫുള്ള് മാറണോ? ആ മുഴുവൻ മാറണം. അത് റിപ്പയർ ചെയ്താലും നിൽക്കാതെ ഇൻറ്റേർണലി ലൈൻസ് ആണ്. ഇങ്ങനെ ലൈൻസ് വരുന്നത് റിപ്പയർ ചെയ്താലും നിൽക്കുകയില്ല, ഷോർട്ടിംഗ് ആണ്. ഇത് പാനൽ ഫുള്ള് ഡിസ്പ്ലേ മാറിയാലേ ഇത് ശാശ്വതമായ പരിഹാരമുള്ളൂ. റിപ്പയർ ചെയ്തെടുക്കത്തില്ല. നമ്മൾ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ രക്ഷയില്ല, നിൽക്കുകയില്ല. പടമൊക്കെ ഉണ്ട്, അത്യാവശ്യം കാണുകയൊക്കെ ചെയ്യാം, വെറുതെ വരെയൊക്കെ ചെയ്യാം. പക്ഷേ ശാശ്വതമായ പരിഹാരം പാനൽ പുതിയത് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിവിടെ നോക്കാം. അപ്പോൾ ഒരേ ബ്രാൻഡിൻ്റെ ടി വി തന്നെ രണ്ടെണ്ണം നമ്മളിന്ന് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് പുതിയതാണ് ശരിയാക്കാൻ പറ്റാത്തത്. അതായത് 8 വർഷം പഴക്കമുള്ളതാണ് ശരിയാക്കാൻ പറ്റാത്തത്. 12 വർഷം പഴക്കമുള്ളത് ശരിയാക്കി. അപ്പം പുതിയതെല്ലാം ഇച്ചിരി പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്ററുണ്ട്, സെറ്റുമുണ്ട്, അതൊക്കെ എല്ലാം മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത സെറ്റിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് എടുക്കാനുള്ള തന്നെ ഇത് സോണിയുടെ ഒരു പഴയ ഹോം തിയേറ്ററാണ്, 5.1. ഇതിൻ്റെ എല്ലാ ബോർഡുകളും ഒന്നിച്ചുള്ളതാണ്. ഇതിൻ്റെ 2 ചാനൽ കിട്ടുന്നില്ല, അതായത് സബ്വൂഫർ ഇതും കിട്ടുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ പ്രോസസ്സറോ അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിഫയർ ഐസിയോ പോയതായിരിക്കും. ഇതൊരു നീക്ക് പണി കഴിഞ്ഞതാണ്. അതുകൊണ്ട് എന്നാ കാണിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാണേലും ഒരു ടെക്നീഷ്യൻ മാക്സിമം പയറ്റിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പം നമുക്കത് പറയാൻ പറ്റില്ല എന്നാന്ന്. ഒറ്റ ബോർഡേലാണ്. നോക്കി, പെൻഡ്രൈവിൻ്റെ വയറാന്ന് തോന്നുന്നു. അതൊക്കെ കുത്തിയിരുന്ന വേറെ സ്ഥലത്താണ്. സ്ഥലമൊക്കെ മാറി ഇവിടെയാണ് കുത്തിയിരുന്നത്. ശരിക്കും ഇവിടെയാണ് അത് പറഞ്ഞത്. അവർ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അതും മാറ്റി ചെയ്തിരിക്കുകയാണ്. 3 IC ആണ് ഇതിനകത്തുള്ളത്. 3 ICയും 3 പ്രോസസ്സറും ഉണ്ട്. 2 ചാനൽ വീതം 6 ചാനൽ 5.1. അതിൽ ഒരു ചാനലാണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അത് നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സെറ്റ്. ഓക്കെ, നമ്മളത് നോക്കുവാണ് അതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളും. ഓക്കെ, ഇതിൽ
ഇതിൻ്റെ ഫയർ ഐ സി ഒരെണ്ണം ഷോർട്ടാണ്, പക്ക ഷോർട്ടാണ്. അത് ഷോർട്ടായതിൻ്റെ പേരിൽ ഇതിൻ്റെ പ്രോസസ്സർ ഐ സിയും ഷോർട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഐ സിയും മാറണം. 2 SMD ടൈപ്പാണ്. നമുക്ക് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ടൈം എടുക്കും. അത് വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ സെറ്റ് നമ്മൾ മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെ ബാക്കി പണികളെല്ലാം പെൻഡിങ് ആവും. അതുകൊണ്ടാണേ. ഇത് സോണിയുടെ 5.1 D ക്ലാസ് ആംപ്ലിഫയർ ബോർഡാണ്, ക്ലാസ് D. ഇതാണ് ഈ സാധനമാണ്. ഇപ്പോൾ ഈ സാധനത്തിനെയാണ് നമ്മൾ ചെറിയ ബോർഡുകളായി കിട്ടുകയും ഓരോ സെറ്റയിലും ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് സോണിയുടെ പേറ്റൻറ്റ് സാധനമായിരുന്നു. ഇപ്പോൾ പേറ്റൻ്റൊക്കെ തീർന്നപ്പോഴാണ് ഈ സാധനം പുറത്ത് വരാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ഐ സി ഒരു പ്രോസസ്സറും പോയതാണ്. തൽക്കാലം സെറ്റ് വർക്കാവുന്നുണ്ട്. ഹോം തിയേറ്റർ സിസ്റ്റം വർക്കാവുന്നുണ്ട്. TV ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടേക്കുവാണ്. ഇക്കോട്ട് ഹോം തിയേറ്റർ നമ്മൾ ഒത്തിരി വിറ്റിട്ടുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി വീടുകളിൽ ഇപ്പോഴും ഇതിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത സാധനമാണ്. വളരെ കുറച്ച് സെറ്റുകൾക്ക് മാത്രമേ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൂ. കംപ്ലൈൻറ്റ് വന്നാൽ ഇച്ചിരി മെനക്കേടാണെന്ന് മാത്രം. അങ്ങനെ ഇങ്ങനെയൊന്നും വരാറില്ല. ഇതിൻ്റെ പകുതി സ്ക്രൂ ഇല്ല. മെയിൻ ബോർഡ് അഴിച്ചിട്ടുണ്ട്, അതേ സ്ക്രൂ ഇല്ല. ബാക്ക് സ്ക്രൂ ഇല്ല. ഈ കുത്തുന്ന സ്ക്രൂ ഇല്ല. ഇങ്ങനെയൊക്കെ സെറ്റുകൾ കൊണ്ടുവന്ന് തന്നാൽ എങ്ങനെ നോക്കും, എങ്ങനെ ശരിയാക്കും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്താണേലും അതിൻ്റെ പ്രോസസ്സർ ഐ സിയും ആംപ്ലിഫയർ ഐ സിയും പോയിരിക്കുവാണ്. അപ്പോൾ അത് മാറണം. അത് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് സ്പീക്കർ ഔട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ഇച്ചിരി സമയമെടുക്കും. കസ്റ്റമറുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ റേറ്റുമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തി ഇത് മാറ്റി വെക്കാം. ഇതൊരു ടെക്നീഷ്യൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് പുള്ളി തന്നെ കൊണ്ടുവന്നതാണ്. പുള്ളിയുടെ ആണെന്ന് പറയുന്നു, അത് ആരുടെ ആണെങ്കിലും ആട്ടെ. അപ്പോൾ ഇതുണ്ട്, സ്ക്രൂ ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ക്രൂ ഇതാണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സെറ്റും കൊണ്ട് ഞാനിരുന്നാൽ ഈ നാട്ടിലുള്ള ആൾക്കാർ എന്നെ വിശ്വസിച്ച് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന സെറ്റുകളൊക്കെ പെൻഡിങ് ആവും. അപ്പോൾ നിങ്ങളതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരാഴ്ച ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ബാക്കി സെറ്റുകൾ എന്തുമാത്രം സെറ്റുകൾ വന്ന് കിടക്കുന്നത്, അവരുടെ എല്ലാം പെൻഡിങ് ആവുന്നതുകൊണ്ട് ഇതിനെ ഞാൻ താൽക്കാലികമായി മാറ്റി വെക്കുകയാണ്. ഇതാണ് ഈ പണിതിട്ട് വരരുതെന്ന് ഞാൻ പറയുന്നത്. പണിതിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇട ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ തീരുമാനമായി. ഇതിൻ്റെ കസ്റ്റമറെ ഒന്ന് വിളിച്ചത്. ഇത് വൈക്കത്തുനിന്ന് വന്ന ഒരു ഹോം തിയേറ്ററാണ്, വൈക്കമാണേ. അപ്പം അഡ്രസ്സ് വൈക്കം, ഫ്രം വൈക്കം. എന്താണെന്ന് നോക്കട്ടെ. കുറേ എണ്ണം ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. അതിൽ ഓരോന്നോരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കം, സോണിയുടെ ഹോം തിയേറ്ററാണ്. RT3 ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് മുഖം കണ്ടിട്ട്. ഇതിൻ്റെ കൂടെ ഇതേപോലെ പേരൊന്നും എഴുതിയിട്ടില്ല എൻസി. നാളെ വന്ന് പേരെഴുതി പൊട്ടിച്ചിട്ട് വേണം ഇത് പണി തുടങ്ങാൻ. അല്ലെങ്കിൽ സെറ്റ് ഏതാണെന്ന് അറിയത്തില്ല, അത് വരും കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർ എഴുതിയല്ല പേരും അഡ്രസ്സും. സ്റ്റിക്കറും പേരും അഡ്രസ്സ്. RT3 ആണ്. നാളെ പണിയാം. കൂടുതൽ പേരുണ്ട്, അയാളുടെ പേരുണ്ട്. നാളെ ചെയ്യാതെ വാ.